സോ ഞങ്ങളുടെ രാജസ്ഥാൻ ജേർണി ഈരാറ്റുപേട്ട KSRTCന്ന് ഐശ്വര്യമായി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വൈറ്റിലെത്തി. വൈറ്റിലയിൽ നിന്ന് മെട്രോ പിടിച്ച് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് അറിഞ്ഞ് അവിടെ റെയിൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് പ്രിയദർശിനി ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു റാപ്പ് കിട്ടും. ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ. സംഭവം അടിപൊളി സാധനമായിരുന്നു. ഞങ്ങൾ രാത്രി ട്രെയിൻ കയറിയ പാടെ കഴിച്ചത് അതായിരുന്നു. നല്ലതായിരുന്നു. അപ്പം ഞാനും ഏട്ടനും ഇന്ന് രാജസ്ഥാനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എടുക്കേണ്ട കാര്യം. സോ see you at രാജസ്ഥാൻ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ രാജസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഗോവ അല്ലേ. നമ്മളിപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നത്തെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രം ട്രെയിനിലുള്ളത് കാണിക്കാം. പിന്നെ രാജസ്ഥാനിൽ എത്തിയിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവയിൽ കൂടെ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പക്ക കേരളം തന്നെ. ഗോവയൊക്കെ കടന്ന് ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടു. ആൻഡ് ഞങ്ങൾ 3rd AC ആയിരുന്നു ബുക്ക് ചെയ്യുന്നത്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ അത്രയും തണുപ്പായിരുന്നതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് കിട്ടാൻ വേണ്ടി ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നടന്നു. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇത് മൂന്നും നമ്മൾ IRCTCയുടെ പാൻട്രിയിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, ഇറ്റ് വാസ് വെരി ഗുഡ് ഫുഡ്. സോ ഹൈ ഗൈസ്, നമ്മളിപ്പോൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. പൻവേലാണെന്ന് തോന്നുന്നു. സോ ഇവിടെ 3rd AC ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തേക്ക് ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത്. കോമഡി ആണെന്ന് അറിയാം, എന്നാലും കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി സ്വസ്ഥമായി കിടന്നുറങ്ങുക. അതാണ് അടുത്ത പരിപാടി. നമ്മളിപ്പോൾ സൂറത്ത് സ്റ്റേഷനിലാണ്. ഇവിടെ ഹെവി റെയിൻഫോളാണ്. ഈ ട്രാക്കൊക്കെ മൊത്തം വെള്ളത്തിലാണ്. നമ്മുടെ ജയ്പൂർ ട്രിപ്പ് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ബട്ട് വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നോക്കാം. സോ ഞങ്ങൾ രണ്ടുപേരും വളരെ സാഡായിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ ഞാൻ ഇടിഞ്ഞുവിട്ടു. ഇവിടെ എല്ലാം മഴയാണ്. ഗുജറാത്തിലെ ഏതൊരു സ്റ്റേഷനാണ്, സൂറത്താണ്. പക്ഷെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടില്ല ഒരു 1 hour. കാരണം മഴ കാരണം ഇവിടെ കംപ്ലീറ്റ്ലി റോഡ്സും റെയിൽവേയും എല്ലാം ഏകദേശം പോയി കിടക്കണം. ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. പ്ലീസ് ഗോ ചെക്ക് ഇറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കംപ്ലീറ്റ് വീടുകളിലും സ്കൂളിലും പറഞ്ഞ പോലെ എല്ലാവിടെയും വെള്ളം. ഓൾമോസ്റ്റ് ബ്രിമ്മ് വരെ ഇങ്ങനെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറുന്നുള്ളൊരവസ്ഥയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളുടെ കിളി പോയി. ഇതാണ് ഗൈസ് സൂറത്തിൻ്റെ അവസ്ഥ. സോ ഈ വ്ളോഗ് ജയ്പൂർ വരെ എത്തുന്നത് പോലും നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അറിയാലോ, ട്രെയിൻ ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ, മൊബൈൽ ഇതെല്ലാം നോക്കിയിരിക്കാം. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. 2 days ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതേ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പയ്യൻ ലൂഡോ കളിക്കാന്ന് പറഞ്ഞു വന്നു. ലൂഡോ മാച്ച് ഒരു 4-5 എണ്ണം കഴിഞ്ഞു. പക്ഷെ ഞങ്ങളപ്പോഴും ഗുജറാത്ത് കടന്നിട്ടില്ല. ടുമോറോ മോർണിംഗ് ഒരു 11:30 ഞങ്ങൾ അവിടെ എത്തും. സോ ബാക്കി അവിടെ നിന്ന് കാണിക്കാം. അങ്ങനെ 3rd day മോർണിംഗ് ആയപ്പോൾ ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് കൂടെ ജനലിന്റെ പുറത്തേക്ക് നോക്കി. അപ്പം വളരെ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലം കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ രാജസ്ഥാൻ എത്തിയെന്ന്. അപ്പം വളരെ എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പിനെസ്സോടു കൂടി നിങ്ങൾ രാജസ്ഥാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പം രാജസ്ഥാനിൽ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം വീണ്ടും കാണാം.